ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന വിഷയം ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ബൈബിളിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ 107ാമത്തെ അവതരണത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ബൈബിൾ ദൈവം മനുഷ്യന് നൽകി തന്ന ഏറ്റവും വലിയ ദാനം. പക്ഷെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വായിക്കണം, അതിൽ നിന്ന് ഏറ്റവും അധികമായി എങ്ങനെ നമുക്ക് സ്വന്തമാക്കണം, അനുഭവിക്കണം, അറിയണം, അതിനുള്ള മാർഗങ്ങൾ പലർക്കും അറിവില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നാം അവസാനമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് ശരിയായ തരത്തിലുള്ള ബൈബിൾ പഠനത്തിലുള്ള മാർഗങ്ങൾ എന്താണ്. ആ വിഷയങ്ങൾ നാം വ്യക്തമായി തന്നെ കണ്ടു. അതിൽ അവസാനമായി നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ആത്മീക ജീവിതം. മനുഷ്യൻ ആത്മീക ലക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചൊരു ആത്മീക ജീവിയാണ്. നമുക്കൊരു ആത്മീകതയുണ്ട്. മനുഷ്യന് ആത്മാവുണ്ട്. ഈ ആത്മാവാണ് അവൻ രൂപപ്പെടുത്തേണ്ടത്, വളർത്തേണ്ടത്, അകത്തെ മനുഷ്യനെ. അതിന് ദൈവം നൽകി തന്നിരിക്കുന്ന ഉപാധിയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആത്മീകമായ വളർച്ച പ്രാപിക്കണം എന്നുള്ളതായിരിക്കണം. മറ്റൊരു പ്രധാന ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഈ പരിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി കഴിയണം. കാരണം സത്യമറിയാതെ, വചനപരിജ്ഞാനമില്ലാതെ ദൈവവചനം കയ്യിലെടുത്തുകൊണ്ട് അനേകങ്ങൾ വഴിതെറ്റിക്കിടക്കുകയാണ്. ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിൽക്കുവാനുള്ള താല്പര്യമില്ലാതെ, അറിയാതെ അനേകങ്ങൾ തിരുവെഴുത്തുകൾ അറിയാതെ തെറ്റിക്കൊണ്ടിരിക്കുന്നു. അനേകങ്ങൾ, കൂടുതൽ മനുഷ്യരും ബൈബിൾ കൊണ്ടു നടക്കുന്ന മിക്കവരും തെറ്റായ വഴിയിലാണ്, തെറ്റായ അറിവിലാണ്, തെറ്റായിട്ടാണ് അവരെ ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യം നാം അറിയുമ്പോൾ മറ്റുള്ളവരെ ഈ പരിജ്ഞാനം അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം, മനസ്സിലാക്കിക്കൊണ്ട് വേണം ബൈബിൾ നാം പഠിക്കുവാൻ. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരെയും അത് അറിയിച്ചു കൊടുക്കാനുള്ള കടമയുണ്ട്. നാം എന്താണോ ദൈവവചന പഠനത്തിൽ നിന്ന് നാം മനസ്സിലാക്കാൻ ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിച്ചത്, അനുവദിച്ചത്, നാം മറ്റുള്ളവരെ അത് അറിയിക്കണം. നാം അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ പഠനത്തിൽ നാം ഒരു സ്ഥലത്ത് വന്ന് വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. കാരണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മാത്രം കെട്ടിക്കിടക്കുന്ന വെള്ളം അതിലൊരിക്കലും ശുദ്ധവെള്ളമാകില്ല. അത് ഒഴുകിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നാം മറ്റുള്ളവരോട് നാം അറിഞ്ഞ കാര്യങ്ങൾ നാം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീക വളർച്ച ഒരിടത്ത് മുരടിക്കും. പിന്നെ അതാണ് ആത്മീയമായി വളരില്ല. നാം മാത്രം സ്വീകരിച്ചതുകൊണ്ട് വളരില്ല, മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ഇന്ന് പൊതുവേ ദൈവമക്കളായിട്ടുള്ളവർക്ക് ആ ഒരു തിരിച്ചറിവ് പോലുമില്ല. ദൈവവചനത്തിൽ ആദ്യം പരിജ്ഞാനം നേടണമെന്നും അത് മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്നുള്ള സാമാന്യമായുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത തരത്തിൽ ദൈവമക്കൾ ഇന്ന് അധംപതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് മാത്രം, മറ്റൊരു ചിന്തയും ഇന്ന് അവർക്കില്ല. അവർക്ക് വചനം പഠിക്കണമെന്നോ, കർത്താവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്നവർ അവർക്ക് തന്നിരിക്കുന്ന ഉന്നതമായ അവകാശത്തെ, അനുഭവത്തെ, അനുഗ്രഹത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തി വചനപരിജ്ഞാനം പ്രാപിച്ച് ഇരുട്ടിൽ കിടക്കുന്ന അനേകങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുള്ള ജീവിത ദർശനമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ സമൂഹങ്ങളാണ് ചുറ്റുമുള്ളത്. പുറത്തുള്ളവരെക്കുറിച്ചല്ല നാം പറയുന്നത്. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ, അവർക്ക് ഈ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ആരംഭകാലത്ത്, ക്രിസ്തുവിനെ അറിഞ്ഞ ആരംഭകാലത്ത് നമുക്ക് വചനത്തിൻ്റെ പൂർണ്ണ പരിജ്ഞാനം ഉണ്ടായിരിക്കില്ല, സത്യമാണത്. പക്ഷെ ആ സമയത്തും നമ്മൾ ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വചന സത്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മുടെ കൂട്ടുകാരാകാം, കുടുംബമാകാം, ജോലി സ്ഥലത്താകാം, ആരോടൊക്കെയാണോ നമുക്ക് അടുപ്പമുള്ളത്, പങ്കുവയ്ക്കാൻ കഴിയുന്ന അവരോട് പങ്കുവയ്ക്കണം. ആ സ്വഭാവം വളർത്തിക്കൊണ്ടിരിക്കണം, മറ്റവരോട് പറയാൻ കഴിയണം. അപ്പം അങ്ങനെ നാം മറ്റുള്ളവരോട് നമുക്കറിയാൻ കഴിയുന്ന പറയുന്നത് നമ്മളെ തന്നെ ഒരുക്കുകയാണ്, പരിശീലിപ്പിക്കുക. ഇതാണ് കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. എന്താണ് അവരോട് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അനേകരെ ഉപദേശിക്കണം. നിങ്ങൾക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് നിങ്ങൾക്ക് തന്നത്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എന്നതിൻ്റെ പ്രിയ ശിഷ്യൻ എഴുതുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ തിമോത്തിയോസിനോട് ഇങ്ങനെ പറഞ്ഞു, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. നീ ആരെ പരമേൽപ്പിക്കണം? വിശ്വസ്ത മനുഷ്യരെ. എന്ത് പരമേൽപ്പിക്കണം? നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ.
മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിക്കാൻ സാമർഥ്യമുള്ളവരാകണം, വിശ്വസ്തരാകണം. ഇപ്പോൾ ഈ 2 വാക്യങ്ങൾ മത്തായി 28:20 2 തിമോത്തിയോസ് 2:2 കർത്താവ് യേശുക്രിസ്തുവും പൗലോസും പറഞ്ഞ ഒന്ന് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം കർത്താവ് യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകി. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസ്തരായിട്ടുള്ളവർക്ക് കൊടുക്കണം. അവരെന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഫലമേൽപ്പിക്കണം. ഇപ്പോൾ യേശു, അപ്പോസ്തലന്മാർ, വിശ്വസ്ത മനുഷ്യർ, മറ്റുള്ളവർ. അതൊരു ചങ്ങല പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രക്രിയയാണ്. ഇപ്പോൾ നാം പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ്. നമുക്ക് ലഭിച്ച സൗജന്യമായിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇപ്പോൾ നാം മറ്റുള്ളവരെ പഠിപ്പിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കണം. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ നമ്മൾ അനേകങ്ങളെ കുറച്ച് പേരിലുള്ള, അതാണ് കർത്താവ് യേശു ചെയ്ത് 12 പേരെ യൂദ പോയെങ്കിലും പകരം മറ്റൊരാളെ തിരഞ്ഞെടുത്തു. 12 പേരെ ഒരുക്കി അവരിലൂടെ അനേകങ്ങളിലേക്ക് പോയി. കർത്താവിൻ്റെ മാർഗം അതായിരുന്നു. ശിഷ്യന്മാരെ അങ്ങനെ വാർത്തെടുത്തു. ഈ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതിലൂടെ അനേകങ്ങൾക്ക്, ആയിരക്കണക്കിന് പേർക്ക് സത്യമറിയാൻ കഴിയും. നാം മറ്റുള്ളവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവരും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കണം. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അനേകങ്ങളിലേക്ക് സത്യം എത്തുവാനായിട്ട് കഴിയും. സത്യം കേൾക്കാനുള്ള അവസരം കിട്ടും. എല്ലാവരും അനുസരിച്ചാലും ഇല്ലെങ്കിലും സത്യം അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടും. എല്ലാ മാധ്യമങ്ങളും അതിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇന്ന് അനേക കൂട്ടായ്മകൾ, ഇടവകകൾ വളർച്ച മുരടിച്ചു പോകുന്നത്? കാരണം വചന പഠനമില്ല. വചന പരിജ്ഞാനം നഷ്ടപ്പെട്ടാൽ ആ ഇടവകൾ, അവിടെയുള്ള അംഗങ്ങളുടെ വളർച്ച മുരടിക്കും. വളർച്ച പിന്നെ ഉണ്ടാകില്ല. മറ്റുള്ളവരെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി കരുതുകയോ അവരെ വചനം പഠിപ്പിക്കുകയോ ചെയ്യാതിരുന്നാൽ അവരുടെ സ്വന്തം വചന പഠനം പോലും നശിച്ചു കിടക്കുന്നതിൻ്റെ സൂചനയാണ്. സ്വന്തമായി വചന പഠനമില്ല. അവർ ബലഹീനരാണ്, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് പോലും പറയാനുള്ള താല്പര്യമില്ലാത്തത്. ദൈവം പഠിക്കാത്ത, അറിയാത്ത ഒരാൾ മറ്റുള്ളവരോടൊന്നും പങ്കുവയ്ക്കില്ല. അപ്പോൾ ഈ ആത്മീക വളർച്ചയുടെ അപര്യാപ്തത വചന പഠനത്തിൻ്റെ അപര്യാപ്തതയാണ്. ആത്മീക വളർച്ച ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? വചന പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. ശരീരം വളരുന്നുണ്ട്, പക്ഷെ ആത്മീകമായി വളരുന്നില്ല. അതുകൊണ്ട് അവരായിരിക്കുന്ന ആ കൂട്ടായ്മയും വളരില്ല. അപ്പോൾ വ്യക്തിപരമായി ഓരോരുത്തരും വചന പഠനം, വചന പരിജ്ഞാനം പ്രാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയുടെ വളർച്ച നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വ്യക്തികൾ വചന പഠനം അവസാനിപ്പിക്കുമ്പോൾ അവർ മറ്റു വഴികൾ തേടും. ആശയവിനിമയത്തിലുള്ള മറ്റ് മാർഗങ്ങൾ തേടും. വചനത്തിൽ നോക്കുന്നത് നിർത്തി, വചന പഠനം നിർത്തി, ദൈവം വേറെ വഴിയിലൂടെ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ആശയവിനിമയം ചെയ്യുന്നുണ്ടോ എന്ന് തേടാൻ തുടങ്ങും. അറിയാതെ അവിടെ വാക്കുകളിൽ, പ്രയോഗങ്ങളിൽ വരും. ഞാൻ തളർന്നിപ്പോൾ ദൈവം എനിക്കൊരു പാട്ട് തന്നു, ഞാൻ തളർന്നിപ്പോൾ ദൈവം എനിക്ക് വഴി കൂടെ പോയപ്പോൾ ഒരു വചനത്തെ കാണിച്ചു തന്നു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നി, എനിക്കൊരു പ്രത്യേകമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇങ്ങനെയുള്ള മറ്റു പല വഴികൾ, ദൈവം അംഗീകരിക്കാത്ത ഈ വഴികൾ. അവർ പറയും, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം ഞങ്ങളോട് ഇടപെട്ടു. ഇങ്ങനെ സാധാരണ പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം തൻ്റെ വിശുദ്ധ വചനത്തിലൂടെ നമ്മോട് ആശയവിനിമയം ചെയ്യുന്നത് കണ്ടെത്താൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, അറിയാനുള്ള അവസരമൊക്കെ അടച്ചു വെച്ചു. അതെല്ലാം അവസാനിപ്പിച്ച് മറ്റു വഴികൾ തേടുന്നവരാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറയുന്നത്. കാരണം ദൈവം സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാൻ താല്പര്യമില്ല, അതിന് സമയമില്ല. അവിടെ മറ്റു വഴികൾ തേടുകയാണ്. ദൈവം ഞങ്ങളോട് സംസാരിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു. ഗൗരവമുള്ള വചന പഠനം നടത്തുന്ന അനുഭവമുള്ള ആരും ഇത്തരം പ്രയോഗം പറയില്ല. ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഇപ്പോൾ നാം ഫലപ്രാപ്തിയുള്ള ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവം നമ്മോട് നിരന്തരമായി ഇടപെടുവാനായിട്ട് നാം അനുവദിക്കണം. അതെങ്ങനെയാണ്? വചന പഠനവും വചന വായനയും. ദൈവവചന വായനയും ദൈവവചന പഠനത്തിലൂടെയാണ് ദൈവം നമ്മോട് നിരന്തരമായി ഇടപെടുന്നത്. നാം വചനം വായിക്കാൻ തുടങ്ങണം. അത് ക്രമമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കണം. അതിൻ്റെ സമയം കണ്ടെത്തണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതിന് വേറെ യാതൊരു തടസ്സവുമില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വായനയ്ക്കായി കണ്ടെത്തണം. പ്രശാന്തമായ, ഏകാന്തമായ ഒരു സ്ഥലം. നമ്മൾ പഠിക്കുന്ന, വായിക്കുന്ന വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിനായി ദൈവത്തോട് യാചിക്കണം. വായിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ധ്യാനിക്കണം.
ചിന്തിക്കണം, മനഃപ്പാഠമാക്കണം. പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശ വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന പറയുന്ന വാക്യങ്ങൾ മനഃപ്പാഠമാക്കണം. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഫലപ്രാപ്തിയുള്ള ബൈബിൾ പഠിക്കുന്ന വ്യക്തിയുടെ ലക്ഷണം എന്താണ്? ബൈബിൾ ദൈവവചനമാണെന്നുള്ള ഉറച്ച നിശ്ചയം. ബൈബിൾ ദൈവവചനമാണെന്ന നിശ്ചയം. ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സത്യം അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ മതിയായതാണ്. അതിന് നമ്മൾ വചനം ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്ന വ്യക്തമായ ബോധ്യമുണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസം, വചനം പഠിക്കാനായിട്ട് ആവശ്യമായ എല്ലാ വഴികളും നമ്മൾ തേടണം. നമ്മുടെ അറിവിനെ വികസിപ്പിച്ചെടുക്കണം. കേൾക്കുവാൻ മനസ്സുള്ളവനാകണം. പഠിക്കാനുള്ള താല്പര്യം നിലനിർത്തണം. നമ്മുടെ വചനപഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള വേദഭാഗങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വംശാവലിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, കുറച്ച് ആഴമേറിയ ഉന്നതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, വായിക്കേണ്ടി വരുമ്പോൾ വചനപഠനത്തെ അവസാനിപ്പിച്ച് കളയരുത്. വായിച്ചു പോകണം. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. അതോടൊപ്പം നമ്മുടെ മനോഭാവം, ദൈവനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം ശരിയാണെന്ന് ശ്രദ്ധിക്കണം. സത്യത്തെ സ്നേഹിക്കണം. ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം. കാരണം ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ദൈവവചനത്തേക്ക് കടന്നു വരുമ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. കാരണം വചനം നമുക്ക് നൽകി തന്നത്, ദൈവം നമ്മോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് തന്നിരിക്കുന്നത്. അപ്പം നാം അതുകൊണ്ട് മടി കാണിക്കരുത്. നമ്മുടെ രക്ഷ അതിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് വചനപരിജ്ഞാനത്തിലാണ്, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് നാം ശ്രമിക്കണം. അതുകൊണ്ട് വചനത്തെ ബഹുമാനിക്കണം. നാം പല കാര്യങ്ങളെക്കുറിച്ച് കരുതലുള്ളവരാകണം. വചനം പഠിക്കുമ്പോൾ നാം കണ്ടു, ഏതെങ്കിലും തരത്തിൽ ആരോടുമുള്ള തർക്കവും വാദങ്ങളും അതിൽ ജയിക്കുന്നതിന് വേണ്ടിയാകരുത് ബൈബിളിനെ സമീപിക്കുന്നത്. അതിനുപയോഗിക്കാനുള്ളതല്ല ബൈബിൾ. മാത്രമല്ല, ആത്മിക ലോകം, നിഗൂഢമായ ലോകങ്ങളെക്കുറിച്ച് പലതും നമ്മളെ ആകർഷണീയമായ വിധത്തിൽ അവതരിപ്പിക്കും. അതൊന്നും വചനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല. അതിലേക്ക് നോക്കുവാൻ, അതിന് പിൻബലം കിട്ടുവാൻ വേണ്ടി വചനത്തെ സമീപിക്കരുത്. ദൈവമക്കൾ, വചനം പഠിക്കുന്ന ദൈവജനം വഞ്ചിക്കപ്പെടരുത്. അവർക്ക് സത്യസന്ധമായ ഹൃദയം ഉണ്ടാകണം. ദൈവസത്യങ്ങൾ, വചനത്തിലെ സത്യങ്ങൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന പല വിശ്വാസങ്ങളും ജീവിത രീതികളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വചനം പറയുന്നതനുസരിച്ച് ഉപേക്ഷിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യാൻ തയ്യാറാകണം. ഇതാണ് സത്യസന്ധമായ ഹൃദയം. സത്യസന്ധമായ ഹൃദയം കേൾക്കുന്ന വചനമനുസരിച്ച് സ്വന്തം ജീവിതത്തിൽ ഏതെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ, തെറ്റായ വിശ്വാസ പ്രമാണങ്ങളോ ഇതുവരെ കേട്ടുപഠിച്ച ചില കാര്യങ്ങൾ തെറ്റാണെന്ന് വചനത്തിലൂടെ മനസ്സിലാക്കുക ചെയ്താൽ ഉപേക്ഷിക്കാനുള്ള സത്യസന്ധത കാണിക്കണം. അത് വളരെ ആവശ്യമാണ്. ദൈവം മനുഷ്യർ തന്നിട്ടുള്ള ഏറ്റവും വലിയ ദാനമാണ് വചനം, ബൈബിൾ. അതിനെ നമ്മൾ സ്നേഹിക്കുകയും അതിനെ ശരിയായിട്ട് ബഹുമാനിക്കുകയും അത് പഠിച്ചുകൊണ്ട്, ഗൗരവമായി അതിനെ പഠിച്ചുകൊണ്ട് അതിനുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമല്ല, വചന പഠനം പ്രാർത്ഥനയോടെ തന്നെ ആരംഭിക്കണം, പ്രാർത്ഥനയോടെ തന്നെ അവസാനിപ്പിക്കണം. ദൈവവചനത്തെ സത്യസന്ധമായി നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണം. സത്യത്തെ അന്വേഷിക്കണം, സത്യം തേടണം. ആത്മീക മനുഷ്യർക്കാണ് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആത്മീക സ്വഭാവമുള്ളവരാകണം. ആത്മീകന്മാർക്ക് ആത്മീയത മനസ്സിലാക്കാൻ കഴിയും. പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാൻ പറ്റില്ല. ദൈവമക്കൾക്ക് വേണ്ടി നൽകി തന്നതാണ്, ദൈവമക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഗൗരവമായിട്ട് കരുതുകയും വേണം. ഇതാണ് പ്രധാനമായിട്ട് വചനപഠനം പ്രയോജനകരമായി തീരുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില സ്വഭാവങ്ങൾ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവഹിതം കണ്ടെത്തൽ. ദൈവഹിതം കണ്ടെത്തുക വളരെ പ്രധാനമാണ്. അനേകം ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, പല വിഷയങ്ങളുണ്ടാകും. ദൈവ ഇഷ്ടം എന്താണ് എന്ന് പലപ്പോഴും കണ്ടെത്തുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കാണാറുണ്ട്. എനിക്കറിയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് പൊതുവേ പറഞ്ഞു കേൾക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരാധനയെക്കുറിച്ചാകാം, സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാകാം, സ്വന്തമായ പല അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ പഠിപ്പിച്ച തെറ്റായ രീതികളൊക്കെ അവർ സ്വീകരിച്ചു വയ്ക്കും. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് അനേക സമയങ്ങളിൽ ദൈവമക്കളുടെ ഇടയിൽ ഭിന്നതയുണ്ടാകാനിടയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അധ്യായം ഇതിനെക്കുറിച്ചുള്ളതാണ്. എങ്ങനെയാണ് ദൈവഹിതം കണ്ടെത്താൻ കഴിയുന്നത്?
ദൈവത്തെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഹിതം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റായ പല നിഗമനങ്ങളും കാഴ്ചപ്പാടുകളും അനുമാനങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ കഴിയണം. ദൈവം തന്നെ വചനം നൽകി തന്നത് തൻ്റെ ഹിതം നമ്മോട് അറിയിക്കാനാണ്, തൻ്റെ നിയമം നമ്മോട് അറിയിക്കാനാണ്. അപ്പോൾ നമ്മുടെ കഴിവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാകത്തിന് തന്നെയാണ് ദൈവം വചനം നമുക്ക് നൽകി തന്നത്. പരസ്പരമുള്ള ബന്ധത്തിനും ദൈവത്തോടുള്ള ബന്ധത്തിനും നമുക്ക് ആവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങളാണ് ദൈവം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്. നാം ഒരിക്കലും നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കരുത്. അനേകങ്ങൾ ദൈവമക്കളുടെ ഇടയിൽ പോലും കണ്ടുവരുന്ന രീതിയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ, വചനത്തിൽ യാതൊരു തെളിവുണ്ടാകില്ല, പിൻബലമുണ്ടാകില്ല, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിഗമനങ്ങൾ മറ്റുള്ള മേൽ ഒരു നിയമം പോലെ കെട്ടിവെക്കും. ഇത് ദൈവത്തിൽ തെറ്റാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്നങ്ങ് പറയും. അതെപ്പോഴും സൂക്ഷിക്കണം. ശരിയാണ്, ഇതിൻ്റെ മറുവശമുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളെ നാം നിസ്സാരമാക്കുകയും ചെയ്യരുത്, അഴിക്കുകയും ചെയ്യരുത്. പുതുതായിട്ട് കെട്ടുകയും ചെയ്യരുത്, കെട്ടിയത് അഴിക്കുകയും ചെയ്യരുത്. അതായത് ദൈവം പറഞ്ഞ നിയമങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയും ചെയ്യരുത്. അതും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവികമായ നിയമങ്ങളെന്ന നിലയിൽ മറ്റുള്ളവരോട് നാം അടിച്ചേൽപ്പിക്കുകയോ നമ്മുടെ സ്വന്തം ഇഷ്ടവും താല്പര്യവും മറ്റുള്ള മേൽ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുകയോ ചെയ്യരുത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ അവിടെ കർത്താവ് യേശു ശിഷ്യന്മാരോട് ഇടപെടുമ്പോൾ ഇങ്ങനെ പറയും, നീ പത്രോസ് ആകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. കാരണം കർത്താവ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വെളിപാടൊക്കെ നൽകിയതിന് ശേഷം യേശു പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല ഞാൻ നിന്നോട് പറയുന്നു. ഇനി ശ്രദ്ധിക്കുക 19-ാം വാക്യം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശു ശക്തമായിട്ട് അവരോട് പറഞ്ഞു, ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളായിരിക്കണം നാം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. ദൈവം പറയാത്ത നിയമങ്ങൾ ആരുടെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് പറഞ്ഞാൽ വചനത്തോട് കൂട്ടിച്ചേർക്കരുത് എന്നർത്ഥം. ദൈവനത്തോട് യാതൊരു വിധത്തിലും കൂട്ടിച്ചേർക്കുക. ഇത് പണ്ട് തന്നെ അനേക തവണ ദൈവം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുക, തന്നതിനെ എടുത്തു കളയുക. അത് ദൈവം പണ്ടും വിലക്കിയിട്ടുള്ള ഒന്നാണ്. പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലും ഇങ്ങനെ കാണാം, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അനുവരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ വചനത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തെ പറയുന്ന പോലെ ചെയ്യണം. ഇല്ലാത്തത് പറയരുത്, പറഞ്ഞതിനെ ഒഴിവാക്കി കളയരുത്. ഇപ്പം മനുഷ്യൻ്റെ പ്രശ്നം, അനേക സമയത്ത് ദൈവമക്കളുടെ ഇടയിൽ ഭിന്നത കണ്ടുവരുന്ന പ്രശ്നം പലപ്പോഴും വചനത്തെ എടുത്തു കളയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി പുതിയ നിയമങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. പുതിയ പുതിയ അഭിപ്രായങ്ങൾ ദൈവ നിയമങ്ങളായിട്ട് കൂട്ടിച്ചേർക്കും. അവരുടെ വ്യാഖ്യാനത്തിലൂടെ കണ്ടെത്തുന്ന പുതിയ അഭിപ്രായങ്ങൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് ഓരോ ദൈവമക്കളും വളരെ കരുതലുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം. ദൈവഹിതമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഈ വിഷയം വളരെ പ്രധാനമാണ്. ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവഹിതം നാം തിരിച്ചറിയണം. എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ ഹിതം വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നിഷ്പക്ഷമായ വിഷയങ്ങളിലും എന്ത് നിലപാടെടുക്കണമെന്ന് വചനം നമുക്ക് പരിജ്ഞാനം തരും. വചനവുമായി പരിചയമുള്ള ആൾക്ക് നിഷ്പക്ഷമായ കാര്യങ്ങൾ, വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളുണ്ടാകാം, അതിലും നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇപ്പോൾ ദൈവഹിതം കണ്ടെത്തുക വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടിച്ചേർക്കാൻ പാടില്ല, അത് എടുത്തു കളയാനും പാടില്ല ആ ഹിതത്തോട്. അതുകൊണ്ട് നാം ദൈവഹിതം കണ്ടെത്തണം. നമ്മെക്കുറിച്ചുള്ളത് ദൈവിക കൽപ്പനകളാണ്, നാം അനുസരിക്കേണ്ട കൽപ്പനകളാണ്. ഇതനുസരിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവഹിതപ്രകാരം നാം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവം സന്തോഷിക്കും. കാരണം അവൻ്റെ ഇഷ്ടം ചെയ്യുകയാണ്. ദൈവഹിതം ദൈവ ഇഷ്ടമാണ്.
അത് നമ്മൾ ഭൂമിയിൽ നിറവേറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്, ദൈവം സന്തോഷിക്കുന്നത്. നമ്മുടെ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. നാം ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവഹിതം എന്താണ്? 10,000 പേര് ഒരുമിച്ച് തീരുമാനമെടുത്താലും ദൈവഹിതമല്ലെങ്കിൽ ദൈവം ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ദൈവഹിതപ്രകാരം നിലനിന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടാകും. കാരണം ദൈവം തൻ്റെ ഇഷ്ടമാണ് നമ്മളെ അറിയിച്ചത്. ദൈവഹിതം ദൈവം നിത്യമായ ദൈവത്തിൽ നിന്ന് വന്ന ദൈവഹിതം നിലനിൽക്കുന്നതാണ്. ഈ 10,000 പേരെടുത്ത തീരുമാനം താൽക്കാലികമായി വികാരപ്രകടനമാകാം, അത് നിലനിൽപ്പില്ല. അത് മണലിൽ നിൽക്കുകയാണ്. പക്ഷേ ദൈവഹിതം ഉറപ്പിൽ നിൽക്കുകയാണ്, പാറമേൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കണം. ദൈവഹിതം എന്തെന്നറിയണം. അപ്പോൾ നമ്മുടെ അടുത്ത പഠനത്തിൽ ദൈവഹിതം തിരിച്ചറിയുക, ഇതായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നാം ചെയ്യുന്നതെല്ലാം ദൈവഹിതമാണോ? ദൈവത്തിൻ്റെ പ്രസാദകരമായ കാര്യങ്ങളാണോ? ദൈവത്തിൻ്റെ മഹത്വം കിട്ടുന്ന കാര്യങ്ങളാണോ നാം ചെയ്യുന്നത്? ഇത് നമ്മളെ സന്തോഷിപ്പിക്കാൻ, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, മക്കളെ സന്തോഷിപ്പിക്കാൻ, അപ്പനെയും അമ്മയെ സന്തോഷിപ്പിക്കാൻ, കൂട്ടുകാർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടിയാണോ? ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം, ഇഷ്ടം എന്തെന്ന് അറിഞ്ഞ് അത് ചെയ്യണം. അതാണ് ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യൻ, തൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ. നമ്മൾ എപ്രകാരമാണ്? ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.